ഓക്കെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു EIGRPയുടെ ലാബ്. നമുക്ക് 3 റൗട്ടർ ഉണ്ട്, 3 ലൊക്കേഷൻ എന്ന രീതിയിൽ. ഓരോ റൗട്ടറിന്റെ താഴെയും ഈ 2 കമ്പ്യൂട്ടർ ഓരോ സ്വിച്ചിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. സാധാരണ രീതിയിൽ റിയൽ സിനാരിയോക്കകത്ത് ഒരു സ്വിച്ചിൽ ഒന്നിൽ കൂടുതൽ VLANകൾ ഉണ്ടാവും. ഓരോ VLAനും ഓരോ സ്പെസിഫിക് സർവീസ് ആണ് പറയുക. ഇവിടെ നമുക്കിപ്പം ഒരൊറ്റ നെറ്റ്വർക്ക് ആണ്. അപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ട് സ്വിച്ചിന്റെ എല്ലാ പോർട്ടും VLAN 1 മെമ്പർ ആയിരിക്കും, ഡിഫോൾട്ട് VLAN. അതുകൊണ്ട് നമ്മളിവിടെ പ്രത്യേകിച്ച് ഒരു VLAN ഉണ്ടാക്കുന്നില്ല. പകരം ഈ സ്വിച്ചിന്റെ താഴെ വരുന്ന കമ്പ്യൂട്ടേഴ്സിന് ഒരേ നെറ്റ്വർക്കിൽ IP അസൈൻ ചെയ്യാം. അപ്പൊ നമുക്ക് 2 രീതിയിലെ ലാബ് നോക്കാം. ഒന്ന് ഡിഫോൾട്ട് നെറ്റ്വർക്ക്. ഡിഫോൾട്ട് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ഫുൾ സബ്നെറ്റിംഗ് ചെയ്യാത്ത ലാബ്. അപ്പൊ നമുക്കിവിടെ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡിസൈൻ ഇങ്ങനെയാണ്. എനിക്കിവിടെ 3 റൗട്ടർ ഉണ്ട്. ഇതാണ് റൗട്ടറിന്റെ സിമ്പിൾ. റൗട്ടർ ടു റൗട്ടർ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇന്റർഫേസ് സീരിയൽ കേബിൾ. S എന്ന് പറഞ്ഞ സീരിയൽ ഇന്റർഫേസ്. ഇനി ഇവരുടെ ഓരോരുത്തരുടെ താഴെയും നമുക്കൊരു സ്വിച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് സ്വിച്ചിന്റെ സിമ്പിൾ. ഇനി ഈ സ്വിച്ചിന്റെ താഴെ ഒരു കമ്പ്യൂട്ടർ, ഈ 2 കമ്പ്യൂട്ടർ ഓരോ സ്വിച്ചിന്റെ താഴെയും. ഒരു റൗട്ടറിന്റെ ഓരോ ഇന്റർഫേസും ഓരോ നെറ്റ്വർക്കാണ്. ഉദാഹരണത്തിന് നമുക്കൊരു ക്ലാസ് ഫുൾ IP സെറ്റ് ചെയ്യാം. അത് ഏത് ക്ലാസ് A, B, C 3 ക്ലാസ്സിലെ ഏത് റേഞ്ച് ഓഫ് IP ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ IP അഡ്രസ്സിനകത്ത് ക്ലാസ് ഫുൾ ഉണ്ട്, അതാണ് ഡിഫോൾട്ട് എന്ന് ഉദ്ദേശിക്കുന്നത്. ക്ലാസ് ലെസ് ഉണ്ട്. ഈ ക്ലാസ് ലെസ് ആണ് ഒന്ന് സബ്നെറ്റിങ്ങും ഇനി ഒന്ന് സൂപ്പർ നെറ്റിങ്ങും. ഇതെല്ലാം നമ്മൾ പഠിക്കും. ആദ്യം നമുക്ക് ക്ലാസ് ഫുൾ നോക്കാം. ഉദാഹരണത്തിന് എൻ്റെ ഈ ഇന്റർഫേസിന്റെ IP ക്ലാസ് B 172.16 let's say 0.1/16. 172 എന്ന് പറയുന്നത് ക്ലാസ് B ആണ്, അതുകൊണ്ടാണ് /16 എന്നിട്ടിരിക്കുന്നത്. ഇത് 0.2 സെയിം റേഞ്ച്. ഇത് let's say 172 ക്ലാസ് B ആയതുകൊണ്ട് ആദ്യത്തെ 2 ഒക്ടറ്റിൽ എവിടെ മാറ്റം വന്നാലും നെറ്റ്വർക്ക് മാറും. 17.01. ഇത് 0.2. ഇത് നമ്മുടെ സിസ്റ്റത്തിനുള്ള സിസ്റ്റത്തിന് let's say ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് 192. അപ്പൊ ക്ലാസ് C 168. ഉദാഹരണത്തിന് 1.024. ഇതാണ് നെറ്റ്വർക്ക്. ഇതില് .254 ഈ ഇന്റർഫേസിന്റെ, ഇത് .1. അപ്പൊ ഈ കമ്പ്യൂട്ടേഴ്സ് let's say ഇത് PC0, ഇത് PC1. PC0 നിന്ന് PC1 കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അവർ ഒറ്റ നെറ്റ്വർക്ക്, ഒരു VLAN ആയാൽ മതി. അതേസമയം ഈ 192.168 നെറ്റ്വർക്കിലുള്ള കമ്പ്യൂട്ടേഴ്സിന് മറ്റു നെറ്റ്വർക്കിലേക്ക് പോകണമെങ്കിൽ റൗട്ടിംഗ് നടക്കണം, റൗട്ടർ വഴി കടന്നു പോകണം. അതിന് ഈ കമ്പ്യൂട്ടേഴ്സ് ഡിഫറെന്റ് നെറ്റ്വർക്കിലേക്കാണ് അയക്കുന്നതെങ്കിൽ അതാദ്യം അതിന്റെ ഗേറ്റ്വേ എക്സിറ്റ് ഇന്റർഫേസിലേക്ക് അയക്കണം. അപ്പൊ ഇവിടുത്തെ ഈ IP ആണ് നമ്മുടെ സിസ്റ്റത്തിന്
ഗേറ്റ് വേ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനിയിപ്പം ഉദാഹരണത്തിന് ഈ സിസ്റ്റത്തിന് ആയിട്ട് let's say 192, so 193 ഏത് റേഞ്ച് വേണമെങ്കിലും കൊടുക്കാം. 193 1.1.0 ഇത് .254. എപ്പോഴും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ലാസ്റ്റ് IP അല്ലെങ്കിൽ ഫസ്റ്റ് IP ആണ് ഗേറ്റ് വേ ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുക. ഇതിനൊരു IP ഇത് നമുക്ക് ക്ലാസ് എയിൽ കൊടുക്കാം. ക്ലാസ് എ എന്ന് പറയുമ്പോൾ ഉദാഹരണത്തിന് 31. ക്ലാസ് എ എന്ന് പറയുന്നത് ക്ലാസ് എ 1 to 126 റേഞ്ചിൽ വരുന്ന IP ആണ്, എക്സ്ക്ലൂഡിങ് 127. 31.0.0.0 സ്ലാഷ് ഇത് 8 ക്ലാസ് എ. ഇവിടെ .254 ലാസ്റ്റ് ഡിജിറ്റ്. 31.0.0.254 ഇത് .1 ഡോട്ട്. ഇങ്ങനെ നമ്മൾ കോൺഫിഗർ ചെയ്താൽ ഈ 190 to 168 1 നെറ്റ്വർക്കിൽ ഇരിക്കുന്ന സിസ്റ്റത്തിന് മാക്സിമം അതിന്റെ ഗേറ്റ് വേ വരെ വരാം. ഇതിന് 193ലേക്കോ 31ലേക്കോ പോകാൻ പറ്റില്ല. അങ്ങനെ പോകണമെങ്കിൽ അവർ റൗട്ടിംഗ് നടക്കണം. അപ്പം ഇത് നമ്മളൊരു റിയൽ സിനാരിയോ ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ LAN 1. ഈ പോർഷൻ നമുക്ക് ISP എന്ന് പറയാം. ISP നമ്മുടെ ഡിവൈസ് ഇരിക്കുന്നത് ലൊക്കേഷൻ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന ഡെസ്റ്റിനേഷൻ ലൊക്കേഷനിലേക്ക് ISP വഴി, ഇന്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ വഴി നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ അവിടെ റൗട്ടിംഗ് നടക്കണം. അപ്പൊ ആദ്യം നമുക്ക് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് റൗട്ടിംഗ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ആദ്യം നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പൊ അതിന് നമ്മൾ ഫിസിക്കൽ കണക്ടിവിറ്റി ഒക്കെ ചെയ്ത് ഇനി നമ്മൾ അതിന് കോൺഫിഗറേഷൻ ചെയ്യണം. അപ്പൊ ഈ പ്രകാരം നമുക്ക് IP അഡ്രസ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ അതിന് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ കോൺഫിഗറേഷൻ ഡയറക്റ്റ് റൗട്ടറിന്റെ അകത്ത് തന്നെ ടൈപ്പ് ചെയ്യാം. അതല്ലെങ്കിൽ നമ്മൾ ഒരു നോട്ട് പാഡിനകത്തേക്ക് ടൈപ്പ് ചെയ്തിട്ട് R1 enable 192.168.1.255.255.255 S0 IP address 172.16.0.1. ഇതാണ് R1ന്റെ കോൺഫിഗറേഷൻ. ഈ R2ന് 193.1.1. F0 S01 ഒരു ഇന്റർഫേസും കൂടി ഉണ്ട്. S00 R3 എന്ന് പറയുമ്പോൾ S01 ഇത് 31.00 51.0.0. നമ്മളിതിന് സ്പീഡ് സെറ്റ് ചെയ്യണം. ഈ സീരിയൽ ഇന്റർഫേസിനെ അതിന്റെ ഫിസിക്കൽ സ്പീഡുമായിട്ട് കമ്പയർ ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ അപ്ലൈ ചെയ്യാം. അപ്പൊ ഇതിനെന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ R1ന്റെ കോപ്പി, എന്നിട്ട് ഇതാണ് നമ്മുടെ R1. പേര് സെറ്റ് ചെയ്യാം. ഇത് R3
R3, R2, R1. R1, R2. R1. R1 down ആവുന്നപ്പോൾ നെക്സ്റ്റ് R1 കോൺഫിഗർ ചെയ്തു. R2, R2, enable R2, R3, സിസ്റ്റത്തിന് IP സെറ്റ് ചെയ്യണം. PC0 ഇത് 192.168.1.0. So let's say desktop 192.168.1. Start. Number 1.1. Okay. 60/0. ഇനി അടുത്ത സിസ്റ്റം PC ഡെസ്ക്ടോപ്പ് ഇത് നമുക്ക് സിസ്റ്റത്തിൽ ഇരുന്ന് പിങ് ചെയ്ത് നോക്കാം. IP 192.168.1.2 IP 192.168.1.1. 1.1 എന്ന് പറഞ്ഞാൽ തൊട്ടപ്പുറത്തെ കമ്പ്യൂട്ടർ റീച്ചബിലിറ്റി ഉണ്ട്. പിന്നെ 1.254 എന്ന് പറയുന്നത് ഗേറ്റ്. ഇനി നമുക്ക് R2യുടെ എല്ലാത്തിനും ഗേറ്റ് വേ 1 ആണ് സെറ്റ് ചെയ്ത് നമുക്കത് മാറ്റിയിട്ട് 0. PC2 IP configuration 193.1.1. ഇതിന്റെ IP 1, ഇതിന്റെ IP 2. സെക്കൻഡ് സിസ്റ്റം ഇത് നമ്മുടെ തേർഡ് സിസ്റ്റം. ഇതിന്റെ ഗേറ്റ് വേയും നമ്മൾ 1 ആണ് കൊടുത്തിരിക്കുന്നത്. അത് മാറ്റിയിട്ട് അതിന്റെ ഗേറ്റ് വേ വന്നിട്ട് 1 ആണ്. നമ്മളിത് മാറ്റി 254 കൊടുക്കും. അങ്ങനെയാണ് നമ്മൾ ഡിസൈനിൽ വരച്ചിരിക്കുന്നത്. F00 IP address 254 1.255
നമുക്ക് സിസ്റ്റത്തിൽ പോയിട്ട് ഒന്ന് C4. There is an invalid IP. 31.0.0.1. ഇതാണ് സിസ്റ്റത്തിന്റെ ഇനി അടുത്ത സിസ്റ്റം ലാസ്റ്റ് സിസ്റ്റം. എല്ലാ സിസ്റ്റത്തിനും IP സെറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. PC5 ഇതിന്റെ IP 31.0.0.2 002 പിൻ 31.0.0.1 നെയ്ബറിലേക്ക് ഉണ്ട്, ഗേറ്റ് വേയിലേക്ക് ഉണ്ട്. അതായത് നമ്മളിപ്പോ പിങ് ചെയ്യാൻ വേണ്ടി പിങ് ചെയ്തത് ഈ സിസ്റ്റത്തിൽ നിന്ന് ഇങ്ങോട്ട് പിങ് ചെയ്തു കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടും പിങ് ചെയ്തു കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൽ ഇരുന്നിട്ട് ഇങ്ങോട്ട് പിങ് ചെയ്ത് നോക്കണം. ഇതിന്റെ IP എത്രയായിരുന്നു? 193.111.1. ഇതിന്റെ IP അതായത് 193.111. നമുക്ക് ഈ സിസ്റ്റത്തിലേക്ക് പോവാം. ഇത് PC0 ഫസ്റ്റ് സിസ്റ്റം. PC0 നെയ്ബർ സിസ്റ്റത്തിലേക്കുണ്ട്. പിന്നെ ഇതിന്റെ ഗേറ്റ് വേയിലേക്ക് ഉണ്ട്. നമുക്ക് അടുത്ത കമ്പ്യൂട്ടർ 193 ഡെസ്റ്റിനേഷൻ പോസ്റ്റ് അൺറീച്ചബിൾ, അവിടത്തേക്ക് എത്തുന്നില്ല. ആരാണ് പറയുന്നത്? 1.254. ഈ 1.254 എന്ന് പറയുന്നത് ഈ പോയിന്റാണ്. അതായത് ഈ PC-യിൽ നിന്ന് 193.111 പിങ് ചെയ്യാൻ നോക്കുമ്പോൾ ഈ PC-യിൽ നിന്ന് ഗേറ്റ് വേ വരെ എത്തുന്നുണ്ട്. അപ്പൊ റൗട്ടറിന് അറിയുന്നില്ല ഈ നെറ്റ്വർക്ക്. അപ്പൊ നമുക്ക് ഈ റൗട്ടറിനകത്ത് കയറി നോക്കാം. ഇതുവരെ നമ്മൾ ചെയ്തത് ഈ എല്ലാ ഇന്റർഫേസിനും നമ്മൾ IP അഡ്രസ് അസൈൻ ചെയ്തുകൊണ്ടല്ലോ. ഇനി ലെറ്റ്സ് സേ R1. റൗട്ടിംഗ് ടേബിൾ നോക്കാനുള്ള കമാൻഡ് ഷോ IP റൗട്ട്. ഇതിനകത്ത് 172.16 192.168.1 മാത്രമേ ഉള്ളൂ. R1 അറിയാത്ത നെറ്റ്വർക്കായ R2യുടെ, അതായത് R1 ഇപ്പം 192.168.1 172.16 മാത്രമേ ഉള്ളൂ. 93.30 മറ്റൊരു നെറ്റ്വർക്കും R1 അറിയുന്നില്ല. അതുപോലെ R2 അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയുന്നില്ല. ബൈ ഡിഫോൾട്ട് ആയിട്ട് ഒരു റൗട്ടറിന്റെ ഡയറക്ട്ലി കണക്റ്റഡ് മാത്രമേ ആ റൗട്ടറിന് അറിയൂ. അപ്പം ബാക്കിയുള്ളവരെയും കൂടെ അറിയാൻ വേണ്ടി നമ്മൾ റൗട്ടിങ് ചെയ്യണം. ആ റൗട്ടിംഗ് ആണ് നമുക്ക് പല രീതിയിൽ റൗട്ടിംഗ് ഡിഫൈൻ ചെയ്യാം. ഉദാഹരണത്തിന് നമുക്ക് RIP കോൺഫിഗർ ചെയ്യാം, EIGRP കോൺഫിഗർ ചെയ്യാം, OSPF കോൺഫിഗർ ചെയ്യാം. ഇതൊക്കെ റൗട്ടിംഗ് പ്രോട്ടോക്കോളാണ്. BGP, ISIS, ഒരുപാട് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. നമ്മളിപ്പോൾ പഠിക്കുന്നത് EIGRP ബേസ് ചെയ്തുകൊണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞ 2 പോയിന്റ്സ് ആണ്
EIGRP ആണ് റൗട്ടിംഗ് പ്രോട്ടോകോൾ ആയിട്ട് ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിന് AS എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഓട്ടോണോമസ് സിസ്റ്റം. AS നമ്പർ. ഇത് സെയിം നമ്പർ can communicate. എനിക്കിപ്പോ ഒരു 2 റൗട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 2 റൗട്ടർ ഇവിടെയുള്ള നെറ്റ്വർക്കും ഇവിടെയുള്ള നെറ്റ്വർക്കൊക്കെ റൗട്ട് ചെയ്യാൻ വേണ്ടി EIGRP ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഇങ്ങനെ വരയ്ക്കും. ഇങ്ങനെ ഇട്ടിട്ട് EIGRP പിന്നെ ഒരു AS നമ്പർ 10. എക്സാമ്പിൾ, ഈ AS നമ്പർ 65,535, അതായത് 2⁻16. അത്ര വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു റൗട്ടറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഇന്റർഫേസും പിന്നെ അസ്യൂം ദാറ്റ് യു ഹാവ് ISP. ഒരു റൗട്ടറിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതും അടുത്ത ഇറങ്ങി വരുന്നതും ഇത് രണ്ടും സെയിം AS ആയിരിക്കണം. അപ്പൊ എനിക്ക് ഇവിടെ ഒരു 3 റൗട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. എനിക്ക് ഇവരെ 3 പേരെയും കൂടെ ഒരു AS-നകത്ത് ഇടാം. ഉദാഹരണത്തിന് AS 25. അതല്ല എങ്കിൽ 1, 2, 3 റൗട്ടർ. എന്നിട്ട് ഇതിൽ ഈ റൗട്ടറിന്റെ പാതി വെച്ച് കട്ട് ചെയ്യുക. ഇവരെന്നിട്ട് ഒരു AS 15. പിന്നെ ഇത് അടുത്ത AS, ഉദാഹരണത്തിന് AS 16. ഇതില് ഒരു റൗട്ടറിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന EIGRP പാക്കറ്റ് അടുത്ത റൗട്ടറിന്റെ ഇന്റർഫേസ് വഴി അതിനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഇവർ രണ്ടുപേരും ഒരു AS-ലായിരിക്കണം. പക്ഷെ ഇവിടെ നോക്കുമ്പോൾ ഇതിപ്പോ R2, ഇതിന്റെ ഈ ഇന്റർഫേസ് വേറെ AS-ലാണ്. പക്ഷെ ഈ ഇന്റർഫേസ് വഴി പുറത്തേക്ക് എന്തെങ്കിലും പോയാൽ അതിന് ഇവിടുന്ന് കയറുമ്പോൾ ഈ കയറുന്ന ഇന്റർഫേസും ഒരേ AS-ലായിരിക്കണം. അതാണ് ഇങ്ങനെ റൗണ്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോ എനിക്ക് 4 റൗട്ടർ ഉണ്ടെന്ന് വിചാരിക്കാം. 1, 2, 3, 4. ഇങ്ങനെയാണ് ഫിസിക്കലി കണക്ഷൻ ഇരിക്കുന്നത് വിചാരിക്കാം. അപ്പൊ ഈ കേസിൽ എനിക്ക് വേണമെങ്കിൽ ഇതൊരു AS, അപ്പൊ ഈ 2 ഇന്റർഫേസും ഒരു AS-നകത്ത്, പിന്നെ ഇത് അടുത്ത AS, ഇത് രണ്ടും ഒരു സെയിം AS-നകത്ത്. ഇപ്പൊ AS 1, ഇത് AS 2, പിന്നെ ഇത് എല്ലാം ഒരു AS-നകത്ത്, AS 3. അങ്ങനെ വേണമെങ്കിൽ ഇടാം. അതല്ല എങ്കിൽ ഡിസൈൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ ഉദാഹരണത്തിന് ഇങ്ങനെ എഴുതാൻ വിചാരിക്കാം. 1, 2, 3, 4. സെയിം 4 റൗട്ടർ. ഇതില് ഇത് 3ഉം കൂടെ ഒരു AS, ഇത് മാത്രം അടുത്ത AS. അങ്ങനെയും ഇടാം. അപ്പം ഇവര് 3 പേരും സെൻഡറും റിസീവറൊക്കെ ഒറ്റ AS-നകത്ത്. ഇയാളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ഈ റൗട്ടർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇത് ഒരു AS. ഇപ്പൊ AS 35, AS 36 എങ്ങനെ വേണമെങ്കിലും ഇടാം. അപ്പം AS ഡിവൈഡ് ചെയ്യുമ്പം ഇന്റർഫേസിൽ വെച്ച് ചെയ്യരുത്, റൗട്ടറിൽ വെച്ചിട്ട് വേണം ചെയ്യാം. അപ്പൊ നമ്മുടെ ഡിസൈൻ പ്രകാരം നമുക്ക് എല്ലാം ഒരൊറ്റ AS ഇടാം തൽക്കാലം. നമ്മളെ മുമ്പത്തെ ഡിസൈന് നമ്മുടെ ചെറുതായിട്ട് എഴുതാം. 3 റൗട്ടർ. നമ്മുടെ ഫസ്റ്റത്തെ ഡിസൈൻ. ഇവിടെ ഒരു സ്വിച്ച് സിസ്റ്റം, സ്വിച്ച് സിസ്റ്റം, സ്വിച്ച് സിസ്റ്റം. അപ്പൊ ഞാന് ഇതെല്ലാം ഒറ്റ AS. ഉദാഹരണത്തിന് EIGRP 100. ഇതാണ് AS. ഞാനിവിടെ കോൺഫിഗർ ചെയ്യുമ്പോൾ ഇത് R1 എന്ന് പറയാം. R1, ഇത് R2, ഇത് R2. R1-നകത്ത് ഞാൻ കോൺഫിഗർ ചെയ്യുമ്പോൾ എനേബിൾ
പിന്നെ കോൺഫ്ലിക്റ്റ്, അത് കഴിഞ്ഞിട്ട് റൗട്ടർ. ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അടിച്ച് കഴിഞ്ഞാൽ റിപ്പ് EHRP OSPF ഒക്കെ കാണിച്ചു. അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത് EHRP ആണ് ചെയ്യുന്നതെങ്കിൽ അതിന്റെ റെസ്പെക്റ്റീവ് ഏജ് നമ്പർ പറയാം. അടുത്ത ലൈനിൽ നെറ്റ്വർക്ക്, ആ R1 അറിയുന്ന നെറ്റ്വർക്ക്. ഇപ്പൊ നമ്മൾ ഡിസൈൻ ഓർക്കുകയാണെങ്കിൽ R1 അറിയുന്ന ഒരു നെറ്റ്വർക്ക് 172.16.0. അടുത്ത നെറ്റ്വർക്ക് 192.160.1.0. ഇതാണ് R1. ഇതേപോലെ R2 റൗട്ടർ EHRP 100. R2 അറിയുന്ന നെറ്റ്വർക്ക് 172.16.0. അടുത്തത് 172.17.0. ഇതാണ് ഇത് 172.16, ഇത് 172.17. അടുത്തത് നെറ്റ്വർക്ക് 193.1.1.0. പിന്നെ R3 രണ്ട് നെറ്റ്വർക്ക്, ഒന്നിതും ഒന്നും. റൗട്ടർ EHRP 100. നെറ്റ്വർക്ക് 172.17.0. അടുത്ത നെറ്റ്വർക്ക് 31. ഇതാണ് റൗട്ടിംഗ് എനേബിൾ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് നേരിട്ട് ടൈപ്പ് ചെയ്യാം. R1 150 റൗട്ടർ. ഇവിടെ ഒരുപാട് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് കാണിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന റൂട്ടിംഗ് പ്രോട്ടോകോൾ EHR. അതിൽ 3 നമ്പേഴ്സ് ഉണ്ട്. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 100 നെറ്റ്വർക്ക് 192.160.1.0. ഇനി അടുത്തത് R2 റൗട്ടർ EHRP 100 നെറ്റ്വർക്ക് 172.17, network 191.1.0, network 172.16. 172.16 കൊടുത്തപ്പോൾ തന്നെ അവർ നെയ്ബർ അപ്പായി. അടുത്തത് റൗട്ടർ EHRP. ഏതും റിമൂവ് ചെയ്യാൻ വേണ്ടി മൂവ് ആണ് കമാൻഡ്. നെറ്റ്വർക്ക് 31.0, നെറ്റ്വർക്ക് 178.17. നിങ്ങൾ റൗട്ടിംഗ് കോൺഫിഗർ ചെയ്തു. ഇനി R1 പോയിട്ട് ഷോ IP address. ും വന്നു, 172 വന്നു. ഏതോ ഒരു നെറ്റ്വർക്ക് വന്നിട്ടില്ല. നോക്കാം ഏതാ വരാത്ത. നമ്മുടെ ഡിസൈൻ പ്രകാരം 193. നമ്മുടെ ഡിസൈൻ പ്രകാരം 193 R2. ഓക്കെ, അപ്പോൾ R2. പക്ഷെ നമ്മളിവിടെ കോൺഫിഗർ ചെയ്യുന്നത് 191 ആണ്. ചെയ്യാം 193.1.1. അതാണ് നമ്മുടെ R2യുടെ ലാൻ നെറ്റ്വർക്ക്. R2 ഇത് ഓടിച്ചു. 193 ഒരു നെറ്റ്വർക്ക് തെറ്റായിട്ടായിരുന്നു കൊടുത്തത്. നോക്കിയാൽ അതും കൂടെ വന്നു. R1 അറിയാത്ത 193, 172.17, then 31 എല്ലാം വന്നു. ഇനി നമുക്ക് ഈ സിസ്റ്റത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് 31 അല്ലെങ്കിൽ 193.1.1.2 പിങ് ചെയ്യാം. ഈ 192.168.1.0 നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് ഇതാണ് ഫസ്റ്റ് സിസ്റ്റം. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ പിങ് ചെയ്യുന്നത് 193.
dot reachability കിട്ടി. ഇനി അടുത്ത IP ഇത് നമ്മൾ ജസ്റ്റ് പിങ് മാത്രമാണ് ചെയ്തത്. ഇനി ഇവിടുന്ന് ഈ സിസ്റ്റത്തിൽ നിന്ന് ഇവിടത്തേക്ക് പോകുന്ന വഴി നമുക്ക് നോക്കാം. ഇതിനെ ട്രേസർട്ട് എന്നാണ് പറയുക. സിസ്റ്റത്തിൽ നിന്ന് അടിക്കുമ്പോൾ ട്രേസർട്ട് എന്ന് പറയും. ഒന്ന് ട്രേസർട്ട്, ഇനി ഒന്ന് പിങ്, PING. ഇത് രണ്ടും ICMP പ്രോട്ടോകോളിന്റെ അണ്ടറിൽ വരുന്നതാണ്. ICMP എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്ക് ലെയർ 3 പ്രോട്ടോകോൾ. അപ്പൊ നമ്മൾ ഇവിടുന്ന് പിങ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പിങ് ചെയ്യുമ്പോൾ ഇതാദ്യം ഇവിടെ വരും, ഇത് കാണിക്കും 254 1. പിന്നെ ഇത് ഇവിടെ വരും, ഇവിടെ എന്ന് പറയുമ്പോൾ 172.16.0. രണ്ട് പാത്ത് കാണിക്കും. ഓരോന്നിന്റെയും ഓരോ ഗേറ്റ് ആണ് കാണിക്കുക. ആദ്യം ഇവിടെ വന്നു, പിന്നെ ഇവിടെ വന്നു, ഇങ്ങനെ നെക്സ്റ്റ് ഹോപ്പ് അല്ലെങ്കിൽ എക്സിറ്റ് ഇന്റർഫേസ് ആണ് കാണിക്കുക. നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇവിടെ PC0 ട്രേസർട്ട് എന്നാണ് പറയുക. ട്രേസർട്ട് 193. ഓക്കെ, ഇതാദ്യം എവിടെ പോയി? R1ന്റെ ഇന്റർഫേസ്, അതായത് ഈ സിസ്റ്റത്തിന്റെ റെസ്പെക്റ്റീവ് ഗേറ്റ് IP. ഈ സിസ്റ്റത്തിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നതാണ് 1.2. അപ്പൊ ആദ്യം ഇത് ഗേറ്റ് വേയിലേക്കാണ് പോകുക. അത് കഴിഞ്ഞ് അടുത്തത് കാണിക്കുന്നത് ഇത് ഏത് ഡിവൈസ് ആണോ അതിന്റെ എക്സിറ്റ്. ഇതിപ്പം R1 റൗട്ടർ ആണ്, അപ്പൊ അതിന്റെ എക്സിറ്റ് 172.16. പിന്നെ ഡയറക്റ്റ് ഡെസ്റ്റിനേഷൻ. ലെറ്റ്സ് സേ നമ്മള് ഇവിടെ നിന്നിട്ട് നമ്മൾ പോകുന്നത് ഇവിടത്തേക്കാണ്. അപ്പൊ ആദ്യം ഈ PC ഈ പോയിന്റ് കാണിക്കും. ഓക്കെ, ഈ പോയിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് 192.168.1.24. ഇത് ഫസ്റ്റ്. സെക്കൻഡ് പിന്നെ ഈ പോയിന്റ് കാണിക്കും, അതായത് 172.16.1.0.8. പിന്നെ ഇത് ഇവിടുന്ന് ഇങ്ങോട്ട് വരണം, കാരണം ഡെസ്റ്റിനേഷൻ എവിടെ ഇരിക്കണം. അപ്പൊ ഇങ്ങോട്ട് വരിക എന്ന് പറയുമ്പോൾ അത് ഈ പോയിന്റ് കാണിക്കും. അതായത് ഈ PC-യുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഇത്, ഈ റൗട്ടറിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ് ഗേറ്റ് ഇത്, ഈ റൗട്ടറിന്റെ നെക്സ്റ്റ് സ്റ്റോപ്പ്. അപ്പൊ അടുത്തത് കാണിക്കുന്നത് 172.17.0. ഇത് എപ്പോഴാ കാണിക്കുക? നമ്മൾ PC0 ഇരുന്നിട്ട് ട്രേസർട്ട് എന്ന് പറഞ്ഞിട്ട് 31.001 അല്ലെങ്കിൽ 2 അടിക്കുന്നു. എന്താണ് ആർക്കിന്റെ താഴെയുള്ള സിസ്റ്റത്തിനെ ട്രൈ ചെയ്യാം. പിങ് ചെയ്ത് നോക്കാം. 31.0.0. ആദ്യം ഇത് 1.1ലേക്ക് വന്നു, പിന്നെ 172.16.0.2ലേക്ക് പോയി, പിന്നെ അടുത്ത റൗട്ടറിലേക്ക് പോയി, എന്നിട്ട് ഡെസ്റ്റിനേഷൻ. ഇങ്ങനെയാണ് ഇത് കാണിക്കുന്നത്. പിന്നെ ഇതിനകത്ത് റൗട്ടറിനകത്ത് നമ്മൾ അറിയേണ്ട മറ്റൊരു കാര്യം ഡി എന്ന് പറഞ്ഞാൽ സിംഗിൾ നെറ്റ്സ്. അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് വാല്യൂ ഉണ്ട്, അത് 90. പിന്നെ EX കൂടെ കാണുന്നു. എന്താന്ന് വെച്ചാൽ എനിക്ക് ഒന്ന്
R1, R2, R3. ഇതെല്ലാം EIGRP 100 എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ അല്ലെങ്കിൽ സെയിം AS. അപ്പൊ എനിക്ക് ഇവിടെ ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ഉദാഹരണത്തിന് സ്വിച്ച് ഉണ്ട്. ഇവിടുത്തെ ഒരു സിസ്റ്റത്തിന്റെ IP ആണ് 31001. ഞാൻ R1ന്റെ റൗട്ടിംഗ് ടേബിൾ നോക്കുമ്പോൾ എനിക്ക് കാണുന്ന ഒരു എൻട്രിയാണ് 3100 നെറ്റ്വർക്ക്. ഇത് EIGRP ആണ് കൊടുക്കുന്നത്. പക്ഷെ EIGRP രണ്ട് തരമുണ്ട്. ഒന്ന് ഇന്റർണൽ EIGRP, മറ്റൊന്ന് എക്സ്റ്റേണൽ EIGRP. ഇന്റർണൽ EIGRP എന്ന് പറഞ്ഞാൽ സെയിം AS. ഇപ്പൊ നമ്മൾ ഈ ചെയ്യുന്ന ലാബ്. അപ്പൊ ഇന്റർണൽ EIGRP ആണെങ്കിൽ അതിന് കാണിക്കുന്നത് D എന്ന് പറഞ്ഞ് കാണിക്കും. പിന്നെ അതിനൊരു അഡ്മിനിസ്ട്രേറ്റീവ് വാല്യൂ ഉണ്ട്, അതാണ് 90. അഡ്മിനിസ്ട്രേറ്റീവ് വാല്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് ഒന്നിൽ കൂടുതൽ പാത്ത്, അതായത് ഇവിടത്തേക്ക് വരാൻ വേറെ ഒരു വഴിയും കൂടി ഉണ്ട് വിചാരിക്കാം. ഒരു റൗട്ടറിൽ നിന്ന് അല്ലെങ്കിൽ ഒരു ലൊക്കേഷനിൽ നിന്ന് അടുത്ത ലൊക്കേഷനിലേക്ക് വേറൊരു വഴിയും കൂടെ. ഇതിൽ ഏത് വഴി എടുക്കും, ഏത് വഴി എടുക്കാം എന്ന് തീരുമാനിക്കുന്നത് ഈ രണ്ട് ഇന്റർഫേസിലും യൂസ് ചെയ്ത റൗട്ടിംഗ് പ്രോട്ടോക്കോളിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ ഓരോ റൗട്ടിംഗ് പ്രോട്ടോക്കോളിനും ഓരോ വാല്യൂ ഉണ്ട്, അതാണ് AD. ഉദാഹരണത്തിന് ഞാൻ ഇവിടെ റിപ്പ് കോൺഫിഗർ ചെയ്തു, RIP റിപ്പ് റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. അപ്പൊ ഇതിന്റെ AD 120. ഞാൻ ഇവിടെ EIGRP കോൺഫിഗർ ചെയ്തു, അപ്പൊ ഇതിന്റെ വാല്യൂ 90. അപ്പം ഇതാണ് ബെസ്റ്റ്, കുറവ്. ഇനി ഞാനിവിടെ OSPF കോൺഫിഗർ ചെയ്തു, അടുത്ത റൗട്ടിംഗ് പ്രോട്ടോക്കോൾ. അപ്പൊ ഇതിന്റെ 110, അപ്പോഴും OSPF ആണ് ബെസ്റ്റ്. ഓക്കെ, അതാണ് അതിന്റെ ഒരു കോൺസെപ്റ്റ്. ഇനി ഞാന് വേറൊരു OS കൂടെ കോൺഫിഗർ ചെയ്തു. ഇപ്പൊ എനിക്ക് ഇവിടെ ഒരു റൗട്ടർ ഉണ്ട്, ലെറ്റ്സ് സേ R4. ഓക്കെ, ഇവിടെ എനിക്കൊരു സ്വിച്ചും ഒരു നെറ്റ്വർക്കും ഉണ്ട്. ഉദാഹരണം ഇതിന്റെ നെറ്റ്വർക്ക് 7000. പക്ഷേ ഇത് വേറെ AS ആണെന്ന് വിചാരിക്കാം. ഇത് EIGRP 100ഉം ഇത് EIGRP 110 ആണ് വിചാരിക്കാം. സോ R1ന്റെ റൗട്ടിംഗ് ടേബിളിനകത്ത് 7 നെറ്റ്വർക്ക് /8 കാണിക്കുമ്പോൾ DEX എന്ന് പറഞ്ഞിട്ട് കാണിക്കും. എക്സ്റ്റേണൽ, വേറെ ASൽ നിന്ന് വരുന്നു. അങ്ങനെയാണെങ്കിൽ അതിന്റെ AD വേറെ കാണിക്കും. അപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് ഒറ്റ AS ആണ്, സിംഗിൾ AS. നമുക്ക് മൾട്ടി ASന്റെ ലാഭം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് മനസ്സിലായി വിചാരിക്കുന്നു. ഞാൻ സിംഗിൾ AS കോൺഫിഗർ ചെയ്യുന്ന ലാബ് അയച്ചു തരാം. നിങ്ങൾ കോൺഫിഗർ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ.